കോൺഗ്രസ് വരുന്നതിനെ അല്ല അവർ എതിർക്കുന്നത്, വി ഡി സതീശനെ എതിർക്കുന്നു. എന്തുകൊണ്ട്? വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ വെള്ളാപ്പള്ളി നടേശനൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ അഴിയേണ്ടവന്നേ. വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ശ്രീനാരായണ സംരക്ഷണ സമിതി രംഗത്ത്. കോൺഗ്രസ് വരുന്നതിനെ അല്ല അവർ എതിർക്കുന്നത്, വി ഡി സതീശനെ എതിർക്കുന്നു. എന്തുകൊണ്ട്? വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ വെള്ളാപ്പള്ളി നടേശനൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ അഴിയേണ്ടവന്നേ. ഈ മൈക്രോ ഫിനാൻസ് കേസൊക്കെ അന്വേഷണം നടക്കും. അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരായ, കോൺഗ്രസിന് ഇഷ്ടക്കാരായ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതേ ഉള്ളൂ. പെരുന്നയിലെ ഇദ്ദേഹത്തിനും താല്പര്യം അല്ല, കോൺഗ്രസിനോടല്ല അവർക്ക് എതിർപ്പ്. ആ പിണറായി വിജയൻ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളൂ. ആ പുസ്തകത്തിനകത്ത് വെള്ളാപ്പള്ളി നടേശനെ പറ്റി വിശേഷിപ്പിക്കുന്നത് ഞാൻ വേണമെന്ന് 2-3 കാര്യങ്ങൾ പറയാം. ജാതി കോമരം, വങ്കൻ, സമുദായ ഭ്രാന്തൻ, അഴിമതിക്കാരൻ, അബ്കാരി, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ. വെള്ളാപ്പള്ളി നടേശനാണ് യഥാർത്ഥത്തിൽ SNDP യോഗത്തെ തകർക്കാൻ ശ്രമിക്കുന്നതും തകർക്കുന്നതും. ഞാൻ ആ കാര്യത്തിലേക്ക് ഒരു 2 മിനിറ്റ് വരാം. ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആണ് ഇവിടെ വർഗീയത പരത്തുന്നത് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ ആരോപിക്കുന്നതും. മുസ്ലിം ലീഗാണ് NSS SNDP യോഗത്തിന്റെ ഐക്യത്തെ തകർത്തതെന്നുള്ള ആരോപണമാണ് പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ യോഗത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പോയി പ്രസംഗിച്ചത് ഏത് വർഷമാണെന്നറിയോ? പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടന. ആ വെള്ളാപ്പള്ളി നടേശൻ തീവ്രവാദിയല്ലേ? ആ വെള്ളാപ്പള്ളി നടേശൻ 2016 കേരളമെമ്പാടും ഹെലികോപ്റ്ററിൽ നടന്ന് പ്രസംഗിച്ചപ്പോ ആ സമയത്ത് പിണറായി വിജയൻ എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പിണറായി വിജയൻ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളൂ. ആ പുസ്തകത്തിനകത്ത് വെള്ളാപ്പള്ളി നടേശനെ പറ്റി വിശേഷിപ്പിക്കുന്നത് ഞാൻ വേണമെന്ന് 2-3 കാര്യങ്ങൾ പറയാം. ജാതി കോമരം, വങ്കൻ, സമുദായ ഭ്രാന്തൻ, അഴിമതിക്കാരൻ, അബ്കാരി, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ. ഈ വിശേഷണമാണ് വെള്ളാപ്പള്ളി നടേശനെ ചാർത്തിയത്. ആ 2016 തെരഞ്ഞെടുപ്പിൽ LDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നേ. അതെന്തുകൊണ്ടാണ് വന്നത്? ഇയാൾക്ക് സ്വാധീനം ഉണ്ടായിരുന്നു, വെള്ളാപ്പള്ളി നടേശന് സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ SNDPക്കാർ 7 വോട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷം അധികാരത്തിൽ വരുമോ? ഞങ്ങളൊക്കെ അന്ന് LDFനെ സപ്പോർട്ട് ചെയ്തവരാ. ഞങ്ങൾ SNDP സംരക്ഷണ സമിതി അന്നുണ്ട്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തവരാ. പിന്നീട് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് ഈ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളെ ശിരസാ വഹിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് വന്നത് ഞങ്ങൾക്കറിയില്ല. അതിന്റെയൊക്കെ ഇക്വേഷൻ എനിക്കറിയില്ല, അതിന്റെ രാസ പരിണാമം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇവിടെ പ്രധാനമായും അറിയേണ്ടുന്നൊരു കാര്യം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം മുസ്ലിം ലീഗാണ്. ഇദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗാണെന്ന്. ഈ മുസ്ലിം ലീഗ് SNDP യോഗവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും സഹായിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. ഉമ്മർ ബാഫക്കി തങ്ങളെ അറിയാമല്ലോ. ഉമ്മർ ബാഫക്കി തങ്ങളുടെ കുടുംബ വീട്, ആ കുടുംബ വീടിന്റെ ഒരു ഭാഗമാണ് കൊയിലാണ്ടിയിലെ SNDP യോഗത്തിന്റെ കോളേജ് ആരംഭിക്കാൻ തന്നത്. അന്ന് വെള്ളാപ്പള്ളി നടേശൻ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? അന്ന് SNDP യോഗത്തിന് യഥാർത്ഥത്തിൽ നേതാവായിരുന്ന R ശങ്കരെ കൊണ്ടുപോയി കണ്ണൂരിൽ കൊണ്ട് ജയിപ്പിച്ചത് മുസ്ലിം ലീഗിന്റെ സഹായമുണ്ട്. അതുകൊണ്ടല്ലേ SNDP യോഗത്തിന് ഇത്രയും കോളേജുകളൊക്കെ ഉണ്ടായത്. ആ കോളേജുകളിൽ ഇരുന്ന് ഈ പറയുന്ന മുഴുവൻ നിയമനങ്ങളും നടത്തി കോഴ വാങ്ങിച്ച് ബാർ ഹോട്ടലുകൾ പണിയുന്നതല്ലാതെ SNDP യോഗത്തിലെ അംഗങ്ങൾക്ക് എന്ത് പ്രയോജനം? ഏറ്റവും കുറഞ്ഞ പക്ഷം അതിന്റെ ആസ്ഥാന മന്ദിരം ജപ്തിയില്ല, അതൊന്ന് പിൻവലിപ്പിച്ച് തരാമോ? SNDP യോഗത്തിന്റെ ആസ്ഥാന മന്ദിരം ജപ്തിയിൽ നിന്ന് പിൻവലിപ്പിച്ചിട്ട് ആ മൈക്രോ ഫിനാൻസ് പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് 3% പലിശ കിട്ടണമെന്ന വായ്പ ഒന്ന് കൊടുക്കാവോ ഈ ഗവൺമെന്റിനെ കൊണ്ട്? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, വെള്ളാപ്പള്ളി നടേശനെതിരെ വർഗീയത പറയുന്നല്ലോ. ഈ വർഗീയത പറയുന്ന ആൾ എന്ത് കാര്യം SNDP യോഗത്തിന് ചെയ്തു തന്നിട്ടുണ്ട്? EWS നടപ്പിലാക്കി. വർഗീയത വന്നപ്പോ EWS നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ SNDP യോഗത്തിലെ അംഗങ്ങൾക്ക് കഴിഞ്ഞ 30 വർഷക്കാലമായി കിട്ടിയ മുഴുവൻ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് മുഴുവൻ നാമാവശേഷമായ പ്രസ്ഥാനം. വർഗീയത എപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ്? ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ഭരണത്തിലുണ്ടോ? ഈ 10 വർഷക്കാലം ഇദ്ദേഹത്തിന്റെ സുഹൃത്താണല്ലോ ഭരിക്കുന്നേ. എന്ത് നേടി? SNDP യോഗത്തിന് 1 സെന്റ് ഭൂമി സംഭാവന ചെയ്യാൻ കഴിഞ്ഞോ? ഒരു കോളേജ് കിട്ടിയോ? ഒരു സ്കൂള് കിട്ടിയോ? ഏതെങ്കിലും ഒരു സ്ഥാപനം കിട്ടിയോ? നേരെ മറിച്ച് മുരുകമ്മല, വാഗമണി നിങ്ങൾ പോകുമ്പോൾ അറിയാം, അവിടെ മുരുകമ്മല പതിച്ചു കൊടുത്തത് കോൺഗ്രസിന്റെ ഗവൺമെന്റിലെ ധനകാര്യമന്ത്രിയായിരുന്ന, റവന്യൂ മന്ത്രിയായിരുന്ന മന്ത്രിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആ മുരുകമ്മലയുടെ തൊട്ടടുത്ത് ക്രിസ്ത്യൻ സമുദായത്തിനും പതിച്ചു കൊടുത്തു സ്ഥലം. ആ സ്ഥലത്ത് ഇന്ന് തീർത്ഥാടന കേന്ദ്രമാണ്. ഇന്ന് മുരുകമ്മലയിലെ മുരുകൻ ഓടി രക്ഷപ്പെട്ടു, കാരണം അവിടെ കാട് പിടിച്ചു കിടക്കുക. 1 സെന്റ് ഭൂമി വാങ്ങിയിട്ടില്ല, ഒരു സ്ഥാപനത്തിന് അപേക്ഷ കൊടുത്തിട്ടില്ല.
SNDP യോഗത്തിൽ ഇരുന്നു കൊണ്ട് മുഴുവൻ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അവിടെ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ സുകുമാരൻ നായരുടെ ആസ്ഥാനത്ത് പോകുന്നു, പെരുന്നയിലാ പോകുന്നത്, സുകുമാരൻ നായർ വീട്ടിലല്ല പോകുന്നത്. SNDP യോഗത്തിന്റെ നേതാവിനെ കാണാൻ ഇതിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞ കൊല്ലവാ. ആ കൊല്ലത്ത് ആസ്ഥാനത്ത് 1996 ശേഷം ഒരു നേതാവ് ഇവിടെ വന്നിട്ടുണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ എത്ര ദിവസം ആ ആസ്ഥാനത്ത് പോയിട്ടുണ്ട്? അപ്പൊ SNDP യോഗം എന്ന് പറയുന്ന അതിന്റെ ആ പ്രസ്ഥാനത്തിന്റെ ചോരയും സ്വത്തും ഊറ്റിക്കുടിച്ചിട്ട് ആ പ്രസ്ഥാനത്തെ നശിപ്പിച്ച് അവരെ മുഴുവൻ കച്ചവടച്ചരക്കാക്കുക. ഇപ്പോ നായാടി മുതൽ നമ്പൂരി വന്നിട്ട് ഇപ്പൊ നായാടി മുതൽ നസ്രാണി വരെ ആര് മുതലാ? വെള്ളാപ്പള്ളി നടേശൻ മുതൽ ഈ ബെൽ ചിട്ടിഫണ്ടിലെ ഒരു ക്രിസ്ത്യൻ ആളുണ്ട്, അയാൾ വരെ ഉള്ളതാ, അല്ലാതെ വേറെ ക്രിസ്ത്യാനി ഇല്ല. ഈ വെള്ളാപ്പള്ളി നടേശൻ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മതപരിവർത്തനം വിധേയരായത് ഈഴവരാ. തിരുവല്ല ഉൾപ്പെടെ, പുനലൂർ ഉൾപ്പെടെ, നിരവധി, പത്തനാപുരം ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ അവിടെ ആ പറയുന്ന മതപരിവർത്തനം നടത്തിയ ഇവാഞ്ചലിക്കേഴ്സ് ആ ഗ്രൂപ്പിന് SNDP യോഗത്തിന്റെ ആസ്ഥാനം എന്നേരം വിട്ടുകൊടുത്തിരിക്കുക അവരുടെ പ്രാർത്ഥന നടത്താൻ. ആ വെള്ളാപ്പള്ളി നടേശനാണ് ഇവിടെ ഈ മതത്തെ പറ്റി ഈ കാര്യങ്ങൾ പറയുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് കോട്ടയത്ത് പറഞ്ഞത് ക്രിസ്ത്യാനികളെല്ലാം കൈയടക്കുന്നു, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ഓക്കെ, ശരി. അതേ വെള്ളാപ്പള്ളി നടേശനാണ് ഇന്നിപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ക്രിസ്ത്യാനികൾക്കടക്കം മുസ്ലിങ്ങളെ പേടിച്ച് ജീവിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നൊരു പരാമർശം നടത്തിയത്. ഒരു മിനിറ്റ് കൂടി. ഇവിടെ VD സതീശനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളതാ. കോൺഗ്രസ് വരുന്നതിനെ അല്ല അവർ എതിർക്കുന്നത്, VD സതീശനെ എതിർക്കുന്നു. എന്തുകൊണ്ട്? VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ വെള്ളാപ്പള്ളി നടേശനൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ അഴിയേണ്ടവന്നേ. ഈ മൈക്രോ ഫിനാൻസ് കേസൊക്കെ 100% അന്വേഷണം നടക്കും. അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരായ, കോൺഗ്രസിന് ഇഷ്ടക്കാരായ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതേ ഉള്ളൂ. പെരുന്നയിലെ ഇദ്ദേഹത്തിനും താല്പര്യം, അല്ല കോൺഗ്രസിനോടല്ല അവർക്ക് എതിർപ്പ്. VD സതീശൻ നിലപാടുള്ള ഒരാളാണ്.